കോർപ്പറേഷൻ്റെ ഒരു കോൺട്രിബ്യൂഷനുണ്ട്. ആ കോർപ്പറേഷൻ്റെ കയ്യിലും കോടിക്കണക്കിന് രൂപയുണ്ട്. എന്നിട്ട് ഇവർക്ക് വീട് കിട്ടുന്നില്ല. എന്താണ് പ്രശ്നം? PMAയുടെ രണ്ടാം ഘട്ടം, PMAയുടെ ഒരു എംബ്ലമുണ്ട്. ആ എംബ്ലമായിട്ട് ബന്ധപ്പെട്ട ഒരു തർക്കമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ. സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡം അംഗീകരിക്കാൻ തയ്യാറല്ല. ഞങ്ങളിതിൽ ഒപ്പിടില്ല. ഈ ഒരു പ്രശ്നം പരിഹരിക്കാത്തത് കൊണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ വീട് ഇല്ലാതെ, പണമില്ലാത്തതുകൊണ്ടല്ല, ഒരു ആശയപരമായിട്ടുള്ള ഒരു വിയോജിപ്പ്. പലരും ഭൂമി കിട്ടിയവർ മരണപ്പെട്ടു പോയി. ഒരു വീട് വെച്ച് അതിൽ കിടന്നിട്ട് മരണപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന പലരും മരണപ്പെട്ടു. ഞങ്ങളൊരു ചെറിയ ഭരണസമിതിയാണ്, ഒരു കോർപ്പറേഷൻ്റെ മാത്രം ഭരണം. പക്ഷേ ഞങ്ങൾ വളരെ ഈ ജനങ്ങളുടെ ഈ വേദന മേയറും സഹപ്രവർത്തകരും സെക്രട്ടറി ഉൾപ്പെടെ ചർച്ച ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദിയെ കാണാൻ വേണ്ടി ഈ മാസം 9-ാം തീയതി ഞങ്ങൾ ഡൽഹിയിലേക്ക് തിരിക്കുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ ഒരു ഇന്ത്യനിൽ ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു. ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് വരുമ്പോഴേക്കും ഈ പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കുവാനുള്ള ഒരു തീരുമാനം ഏതെങ്കിലും തരത്തിൽ സാധ്യമായിട്ട് വേണം വരാൻ. മാധ്യമങ്ങൾ പല വാർത്തയും കൊടുത്തു, ടൂറ് പോയി, മേയറും സംഘവും ഇവിടെ ഇല്ലെന്നൊക്കെ. പക്ഷേ ഞങ്ങൾ ഉറക്കമില്ലാതെ ചർച്ച ചെയ്യുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആദ്യം ഇന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞതിന് ശേഷം ഒരു ഗൗരവമായ വേദിയിൽ വീണ്ടും പറയുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് വഴികൾ തുറന്നു കിട്ടി. ഇപ്പോൾ 2000 പേർ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭൂമി കിട്ടി, ഡോക്യുമെൻറ്റ്സൊക്കെ റെഡി ആയിരിക്കുന്നതാണ്. 2000 പേർ അടിയന്തരമായി 40,000 രൂപ അടുത്ത ഘട്ടം കൊടുത്ത് എഗ്രിമെൻറ്റ് വെച്ചാൽ അവർക്ക് പണി തുടങ്ങാം. ഞങ്ങൾ അഭിമാനത്തോടെ കേരളത്തോട് പറയുന്നു, ഈ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡം പാലിക്കാത്ത ഒരൊറ്റ കാരണം കൊണ്ട് ലക്ഷക്കണക്കിന് പേർ കേരളത്തിൽ വീടില്ലാതെ ഭൂമിയും അതിൻ്റെ പ്രമാണവും കയ്യിൽ പിടിച്ച് അലഞ്ഞു തിരിയുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ അഭിമാനത്തോടെ പറയുന്നു, സംസ്ഥാന സർക്കാർ വിഹിതം തന്നാൽ നല്ലത്, കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവും കൂടി ഞങ്ങൾക്ക് വാങ്ങിക്കാനുള്ള നിയമപരമായ തടസ്സം സംസ്ഥാന സർക്കാർ മാറ്റി തന്നാൽ അത്രയും. ഇത് രണ്ടും സംഭവിച്ചില്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ 2000 പേർക്കും വീട് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ദ നെക്സ്റ്റ് ഡേ വി ആർ ഗോയിങ് ടു സൈൻ ദ എഗ്രിമെൻറ്റ്. പക്ഷേ ഞാൻ പറയുന്നത്, ഇത് നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വന്നതിൽ കിട്ടിയ ഒരു ഗുണമാണ്. 2 പോയിൻ്റ് പറയണം. ഏറ്റവും കൂടുതൽ അടുത്ത ഘട്ടം ആൾക്കാർ വന്നിട്ട് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞാണ്. ട്യൂബർക്കുലോസിന് ഒരു ടാബ്ലറ്റ് 180 രൂപ വരെ ഒരു ടാബ്ലറ്റ് ഇന്ന് കഴിക്കാൻ എൻ്റെ മകൾക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് പാപ്പനംകോട് വാർഡിൽ നിന്ന് ഒരു അമ്മ എന്നെ കണ്ടിരുന്നു. ഒരു ടാബ്ലറ്റ് ശ്വാസം മുട്ടലാണെന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ 100 കണക്കിന് ആൾക്കാർ വരുന്നുണ്ട്. ഞങ്ങൾ HLUമായിട്ട് സംസാരിച്ചു. JP നഡ്ഡാജിയുടെ വീട്ടിൽ ഞങ്ങൾക്കൊരു ദിവസം ഡിന്നർ ഉണ്ടായിരുന്നു. ആ ഡിന്നർ സമയം മുഴുവൻ മേയർ എന്നുള്ള നിലയ്ക്ക് ഞാൻ നഡ്ഡാജിയോടൊപ്പം വ്യക്തിപരമായി സംസാരിച്ചത് HLUമായിട്ടായിരുന്നു. ഒരു 10-20 മിനിറ്റോളം നഡ്ഡാജിയെ അടുത്ത് കിട്ടി. ഞങ്ങളൊന്ന് പ്രോജക്റ്റൊക്കെ തയ്യാറാക്കി അവിടുത്തെ MD അനിത തമ്പിയായിട്ട് HLLൻ്റെ സംസാരിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, തിരുവനന്തപുരം കോർപ്പറേഷനിലെ 101 വാർഡുകളിലും 40 മുതൽ 50% വരെ വില കുറച്ച് അമൃത് ഫാർമസി മെഡിക്കൽ സ്റ്റോർ തുടങ്ങാൻ വേണ്ടിയിട്ട് പെർമിഷൻ കേന്ദ്ര ഗവൺമെൻറ് തന്നിട്ടുണ്ട്. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുക. 101 വാർഡുകളിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ 1000-1200 രൂപ ആവുന്ന ബ്ലഡ് ടെസ്റ്റ് HLLൻ്റെ ഹിന്ദ് ലാബ് 50 വാർഡുകളിൽ തുടങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നു. നമുക്ക് 50% നിരക്ക് കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാം. ഒറ്റ പോയിൻ്റ് കൂടി, നമ്മളിപ്പോൾ MRI CT ഒക്കെ ചെയ്യാൻ വേണ്ടി പലരും റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ 3 മാസം 6 മാസം കഴിഞ്ഞാണ് ഡേറ്റ് കൊടുക്കുന്നത്. കാരണം പാവങ്ങളിൽ പൈസയില്ല. അവിടെ ആകുമ്പം 100-250 അടച്ചാൽ മതി. 3 മാസം 4 മാസം കഴിഞ്ഞാണ് തലവേദനയും കാർഡിയാക് ഇഷ്യൂ ആകുമ്പോൾ ഞങ്ങളിപ്പോൾ HLUമായിട്ട് സംസാരിച്ചിട്ട് 10,000 രൂപയുടെ സ്കാനിങ് 4,500-5,000 രൂപയ്ക്ക് കോർപ്പറേഷൻ്റെ സെൻറ്ററിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ പ്രോജക്റ്റ്. ഇതാണ് നരേന്ദ്രമോദി വന്നതിൻ്റെ ഗുണം. പരസ്യമായിട്ട് 5,000 കോടിയോ 10,000 കോടിയോ പ്രഖ്യാപിച്ചില്ല. ഇനി 5,000 കോടി രൂപ 5 ലക്ഷം പോപ്പുലേഷന് മുകളിലുള്ള സിറ്റികൾക്ക് കിട്ടാൻ വേണ്ടി കേന്ദ്ര ബഡ്ജറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നേടിയെടുക്കാനുള്ള പരിശ്രമം മനോഹർലാൽ ഖട്ടാറിൻ്റെ ഓഫീസ് വഴി ഞങ്ങളിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെയ്യാൻ കഴിഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ സമയമെടുത്തത് പറയാനായിട്ട് ഇപ്പം സാധിക്കില്ല. ഞാൻ ഒരു കാര്യം പറയാം. അതിൽ ഒരു വരി മേയറുടെ ആമുഖ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. കോൺട്രാക്ടർമാർ മാർച്ച് 31 കഴിഞ്ഞ് ഏപ്രിൽ മെയ് മാസം ആകുമ്പോൾ വർക്ക് എടുത്തിട്ട് പിന്നെ അവരത് ചെയ്യാൻ തുടങ്ങുന്ന അടുത്ത മാർച്ചിലാണ്. അടുത്ത മാർച്ചാകുമ്പോൾ എന്താണ്, എല്ലാ വർക്കും കൂടെ ഒരുമിച്ച് ചെയ്യാം. ആർക്കും ക്വാളിറ്റി വെരിഫൈ ചെയ്യാനുള്ള സമയം കിട്ടില്ല. കൊണ്ടുവന്നിടത്തൊക്കെ തന്നെ എല്ലാവരും ഒപ്പിട്ട് കൊടുക്കും. പെട്ടെന്ന് ഫണ്ട് മാറിപ്പോവാം. നടക്കില്ല. ഇന്ന് ഉച്ചയ്ക്ക് 12:30-1 മണിക്ക് ബഡ്ജറ്റ് കഴിഞ്ഞെങ്കിൽ 2:30 മണിക്ക് കോൺട്രാക്ടർമാരെ പ്രതിനിധിയെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ മേയറുടെ ചേംബറിൽ വിളിച്ചു വരുത്തി പറഞ്ഞു, നിങ്ങൾ മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിൽ എടുത്താൽ മെയ്യിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തോളണം. അപ്പോൾ അവർ പറഞ്ഞു, ചില ഉദ്യോഗസ്ഥന്മാർ AEമാർ ഒപ്പിട്ട് തരില്ല, ബില്ല് ഒപ്പിട്ട് തരില്ല. അവരിങ്ങനെ വച്ച്, എനിക്കതറിയാം, കഴിഞ്ഞ വർഷത്തെ ആറ്റിയാൽ പൊങ്കാലയുടെ ബില്ല് ഒപ്പിട്ട് കൊടുത്ത ഈ ഫെബ്രുവരിയിലാണ്. കളക്ടറേറ്റിൽ നിന്നാണ് പൈസ കിട്ടേണ്ടത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞത്, നിങ്ങളുടെ പണി പൂർത്തിയാക്കി പേപ്പർ റെക്കോർഡ്സ് റെഡിയാക്കിയിട്ട് ഏത് AE ആണ് ബില്ല് ഒപ്പിടാൻ വേണ്ടി മനഃപൂർവ്വം താമസിക്കുന്നത്, നിങ്ങൾ നേരെ മേയറുടെ ചേംബറിലേക്ക് വരിക. AE ഇവിടെ വരും. AE ഇവിടെ വന്നിരുന്ന് ഒപ്പിടും. അല്ലെങ്കിൽ AE ആ സീറ്റ് കാണുകയില്ല.
ഇതിൽ പരസ്യമായിട്ട് പറയാൻ യാതൊരു മടിയില്ല. കാരണം ശമ്പളവും വാങ്ങിച്ചുകൊണ്ട് നാട്ടുകാരുടെ പണം വേസ്റ്റാക്കുന്ന അല്ലെങ്കിൽ വർക്ക് ഡിലേ വരുത്തുന്ന ഉദ്യോഗസ്ഥന്മാർ കൃത്യമായിട്ട് ആ ഉദ്യോഗസ്ഥന്മാർ മറുപടി പറയേണ്ടി വരും. ഇതാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. മറ്റൊന്ന്, ഞങ്ങൾക്ക് ഒരുപാട് ചെയ്ത ഉദാഹരണങ്ങൾ പറയാനില്ല, കാര്യം ഞങ്ങൾക്ക് 56 ദിവസമേ ആയുള്ളൂ ഞങ്ങൾ വന്നിട്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു തെരുവ് നായ്ക്കളുടെ നിയന്ത്രണം പ്രാവർത്തികമാക്കുമെന്നു. ഞങ്ങൾ ചുമതലയിൽ വന്നു. എനിക്ക് തോന്നുന്നു ഒരു മാസമായാലും 24 ദിവസം കഴിഞ്ഞപ്പോൾ ആദ്യത്തെ, അതായത് ഡിസംബർ 26-ന് സത്യപ്രതിജ്ഞ ചെയ്തു. ജനുവരി 30 ആയപ്പോൾ ആദ്യഘട്ട തെരുവ് നായ്ക്കളെ ശാസ്ത്രീയമായിട്ട് പരിപാലിക്കുന്ന ഷെൽട്ടറിൽ അടച്ചു. 50 എണ്ണത്തിനെ വെറുതെ പിടിച്ചുകൊണ്ടിടുകയല്ല. 50 എണ്ണത്തിനെ തെരുവ് നായ്ക്കളെ പിടിച്ചു. അതിനെ കൊണ്ടുവന്ന് ആദ്യം അതിന് റാബീസ് വാക്സിൻ കൊടുത്തു. അതിനുശേഷം അതിന് ABC പ്രോഗ്രാം നടത്തി. അതിനുശേഷം അതിന് മൾട്ടി കമ്പോണൻറ്റ് വാക്സിൻ. കാരണം തെരുവിൽ നിന്നും പിടിക്കുമ്പോഴേക്കും പല വൈറ്റമിൻസ് ഒന്നും കാണില്ല. കാര്യം നമ്മൾ കൊണ്ടുപോകുന്ന നായ്ക്കളുടെ ഹെൽത്തിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കുക. അതിന് മൾട്ടി കമ്പോണൻറ്റ് വാക്സിൻ കൊടുത്തു. വൈറ്റമിൻ, മിനറൽസ്, അയണൊക്കെ കിടക്കുന്ന വാക്സിൻ കൊടുത്തു. അതിനുശേഷം അതിന് ടിക് ഫീവർ വരും, ചെള്ള് പനിയെന്ന് പറയും. അതിന് മരുന്ന് കൊടുത്ത് ഒരാഴ്ച നിരീക്ഷിച്ചു. ഇത്രയും കഴിഞ്ഞ് ഈ പ്രോസസ്സിന് ശേഷം ഡോക്ടർ പരിശോധിച്ചിട്ട് ശാസ്ത്രീയമായിട്ട് നടപ്പിലാക്കുന്ന 8 വർഷം കൊണ്ട് തെരുവ് നായ്ക്കളെ പരിപാലിക്കുന്ന പൂവാറിലുള്ള ഷെൽട്ടർ മേയർ ഉൾപ്പെടെയുള്ളവർ നേരിട്ട് പോയി വിസിറ്റ് ചെയ്ത് അനിമൽ വെൽഫെയർ ബോർഡിൻ്റെ ആൾക്കാർ വന്ന് കണ്ടതിന് ശേഷം അവിടെ കൊണ്ടു അതിനെ പാർപ്പിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള കെനിയൻ ക്രീക്ക് എന്ന് പറയുന്ന 4200 രൂപ പാക്കറ്റിന് വരുന്ന ഫുഡാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ മാധ്യമ പ്രവർത്തകരോട് പലർക്കും ആശങ്കയെന്ന് എവിടെ കൊണ്ടുപോയി, ഏത് മാധ്യമ പ്രവർത്തകനാണെങ്കിലും ക്യാമറയും കൊണ്ട് ആ ഷെൽട്ടറിനകത്ത് പോയിട്ട് പരിശോധിക്കാം. അനിമൽ വെൽഫെയർ ബോർഡിൻ്റെ ആൾക്കാരും സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികളും പോയി കണ്ടിട്ട് അനുപമ IAS സംസ്ഥാന സർക്കാരിൻ്റെ പഞ്ചായത്ത് ചുമതലയുള്ള ഉദ്യോഗസ്ഥ ആ ഷെൽട്ടറിന് സർട്ടിഫിക്കറ്റ് ചെയ്തു. ഈ ഷെൽട്ടറിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ പാർപ്പിച്ചിരിക്കുന്ന തെരുവ് നായ്ക്കൾ ആരോഗ്യകരമായിട്ടാണ്, ശാസ്ത്രീയമായിട്ടാണ്, മാനദണ്ഡങ്ങൾ വിധേയമായിട്ടാണ്. ആ ഷെൽട്ടറിൻ്റെ പ്രവർത്തനത്തെ തടയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൺസേൺഡ് SHO പോലീസ് അവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് സംസ്ഥാന സർക്കാർ ഓർഡർ പാസാക്കി. ഞാൻ പറഞ്ഞത് ഈ തരത്തിൽ സമയബന്ധിതമായിട്ടാണ് നടപ്പിലാക്കുന്നത്. പിന്നെ ഇട റോഡിലൂടെ ബസ്സുകൾ ഓടണം എന്നൊരാവശ്യം വന്നിരുന്നു. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ബസ്സുകൾ ഓടി. ഇട റോഡിലൂടെ ബസ്സുകൾ ഓടണം. എന്താണ്, ഞാൻ മത്സരിച്ച ഒരു ഗ്രാമീണ മേഖലയിലുള്ള രാവിലെ എഴുന്നേറ്റ് മറ്റുള്ള വീടുകളിൽ വീട്ടുജോലിക്ക് പോകുന്ന ആൾക്കാരുൾപ്പെടെ ഉള്ളവരാണ്. അവർ പറഞ്ഞത് ഞങ്ങളുടെ ഇട റോഡിലൂടെ ബസ്സുകൾ പോയാൽ, അതായത് 4 കിലോമീറ്റർ നടന്ന് മെയിൻ റോഡിൽ കയറിയിട്ടാണ് അവർക്ക് ഈസ്റ്റ് കോർട്ടിലോ സ്റ്റാച്യൂലോ ഒരു വീട്ടിൽ ജോലിക്ക് വേണ്ട കുഞ്ഞുങ്ങളെയൊക്കെ ഉള്ള സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഈ ജോലിക്ക് നിൽക്കുന്ന ആൾക്കാർ 5:30 മണിക്ക് 6 മണിക്ക് ചെന്നാലേ അവർക്ക് പോകാൻ പറ്റുള്ളൂ. കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ചിട്ട് 1 വയസ്സ് 2 വയസ്സുള്ള കുഞ്ഞുങ്ങൾ. ഞങ്ങൾ 4 മണിക്ക് എണീച്ച് ഈ തെരുവ് നായ്ക്കളുടെ ഇടയിൽ കൂടെ 2.5-3 കിലോമീറ്റർ നടന്ന് പോകുമ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഓട്ടോ പിടിക്കണമെങ്കിൽ 150 രൂപ, മാസം 8,000 രൂപയുടെ ശമ്പളം. ഞങ്ങൾ എങ്ങനെ ചെയ്യും? ഞങ്ങൾ ഓട്ട് തരാം. രാജേഷിനിലേക്ക് കൂടെ ഇലക്ട്രിക് ബസ് ഇട റോഡിൽ കൂടെ ചെറിയ ബസ് ഉണ്ടല്ലോ, വിടാൻ പറ്റുമോ? ഞാൻ മേയറായി ബസ് വിടണമെന്ന് പറഞ്ഞു. മാധ്യമങ്ങളൊക്കെ തന്നെ വാർത്ത കൊടുത്തു. പലതരത്തിലുള്ള വാർത്തയും ചർച്ച കഴിഞ്ഞാൽ അതിലേക്കൊന്നും കിടക്കില്ല. വാർത്തയും ചർച്ച എന്തോ ആയിക്കോട്ടെ, പക്ഷേ 23 റോഡുകളിൽ ബസ് വന്നു. 23 റോഡുകളിൽ ബസ് വന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതിൽ കയറി ആൾക്കാർ പോകുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പ് ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയുമായിട്ട് ഇനിയും ചില സ്ഥലത്ത് നിന്ന് ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 കാര്യങ്ങളും നടപ്പിലാക്കിയതിൻ്റെ മാത്രം ഉദാഹരണമേ 56 ദിവസം കൊണ്ട് പറയാനായിട്ടുള്ളൂ. സമയബന്ധമായി നടപ്പിലാക്കും.